അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യുന്നത്. 4 കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ തീമിൻ്റെ അടിസ്ഥാന വാക്യം എന്ന് പറയുന്നത് 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ തിരുവചനമാണ്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാം തിരുവചനം ഞാൻ വായിക്കാം. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമാണ്. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പരിശുദ്ധനാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച് ആ ആത്മാവ് സകലവും നിങ്ങൾക്ക് അറിയിച്ചു തരും. അതാണ് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ദൈവം നമുക്ക് തരും. അതിനെന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ സ്വീകരിക്കണം. യു ഷുഡ് റിസീവ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് അറ്റ് എനി കോസ്റ്റ്. ഏത് വില കൊടുത്തായാലും നമ്മൾ അതിനെ ആഗ്രഹിക്കണം, അതിനെ സ്വീകരിക്കണം, അതിനെ വാങ്ങിയെടുക്കാനായി നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ലൈഫിൽ ഇത് നമുക്കുള്ളതാണ്, നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ വാങ്ങിയെടുക്കണം. എന്നാൽ അവിടെ നമുക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് വരും. അതിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം, അവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലിരിക്കുമ്പോൾ അവിടെ നിന്ന് കുറച്ച് ഉള്ളിലുള്ള എഫസോസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. എങ്ങോട്ട് പോയി? എഫസോസ് എന്ന് പറയുന്നത് യേശുവിൻ്റെ ഡിസൈപ്പിളായ യോഹന്നാൻ സർവീസ് ചെയ്ത മെയിൻ ഏരിയ എന്ന് പറയുന്നത് എഫസോസ് ആണ്. അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ എത്തുന്നതിന് കുറച്ച് മുമ്പ് അവിടെ പൗലോസിൻ്റെ സ്നേഹിതനായിരുന്ന അപ്പല്ലോസ് പോയി ശുശ്രൂഷ ചെയ്ത സ്ഥലമാണ്. നമ്മൾ പഠിക്കുന്നുണ്ട് പൗലോസിൻ്റെ പക്ഷക്കാരൻ, അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ. അവിടെ എത്തിയിട്ട് പൗലോസ് ഒരു ചോദ്യം ചോദിച്ചു. 2-ാമത്തെ വാക്യത്തിലാണ്. അവിടെയുള്ള ചില ശിഷ്യന്മാരെ വിളിച്ചിട്ട് ചോദിച്ചു, 12 പേരുണ്ട്, നിങ്ങൾ വിശ്വസിച്ചല്ലോ. ആരിൽ? നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചല്ലോ, പക്ഷേ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചോ? ഇതാണ് ചോദ്യം. എന്താണ് ക്വസ്റ്റ്യൻ? നിങ്ങൾ വിശ്വസിച്ചല്ലോ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടല്ലോ, നിങ്ങൾ വിശ്വാസികളാണല്ലോ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് അവരോട് ചോദിച്ചു. അവരുടെ മറുപടി എന്തായിരുന്നു? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ മറുപടി പറഞ്ഞു. അവരുടെ ആൻസർ ഇങ്ങനെയായിരുന്നു, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു. അതിൻ്റെ അർത്ഥം ഇത്രയും കാലം അവിടെ സുവിശേഷ പ്രവർത്തനം നടന്നിട്ടും വചനം പറഞ്ഞു കൊടുത്തിട്ടും ആരെക്കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല? പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല. ബാക്കിയെല്ലാം വളർന്നിട്ടുണ്ട്, സഭ വളർന്നു, സുവിശേഷം കൊടുത്തു, പക്ഷെ ആരെക്കുറിച്ച് പറഞ്ഞിട്ടില്ല? പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ ശുശ്രൂഷകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും ജനം അനുഗ്രഹിക്കപ്പെടാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബാക്കി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും, പക്ഷെ ആരെക്കുറിച്ച് പഠിപ്പിക്കില്ല? പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കില്ല. നമ്മുടെ കോൺഗ്രിഗേഷനിലെ എത്ര പേരോട് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ പറ്റി പറയും? എത്ര പേര് പറയും? പറയണമെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ഹാവ് എ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഉള്ളവരെ എന്ത് ചെയ്യാൻ പറ്റൂ? പറയാൻ പറ്റൂ. ബാക്കി കഥ പറയുന്നത് പോലെ, പഠിച്ചു പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ഗമാലിയേലിന്റെ കീഴിൽ പഠിച്ചു, തത്വശാസ്ത്രവും ജ്ഞാനസംഹിതയും എല്ലാം എനിക്കറിയാം, പക്ഷേ ഞാൻ ഇപ്പോൾ പ്രസംഗിക്കുന്നതും പറയുന്നതും ഞാൻ പഠിച്ചത് വച്ചല്ല, എന്നെ ഡയറക്റ്റ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ പവറാണ് എന്നെ ഇത് പറയാൻ സഹായിക്കുന്നത്. ഞാൻ പഠിച്ച കാര്യമല്ല പറയുന്നത്, പരിശുദ്ധാത്മാവ് എന്നിലൂടെ പറയുന്നു, ഞാനത് നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു. അതാണ് പൗലോസിൻ്റെ രീതി. അറിവുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ അറിവ് കൊണ്ട് ചില സ്ഥലങ്ങളിൽ നമുക്ക് വിജയിക്കാനായിട്ട് കഴിയില്ല. അതിന് നമ്മൾ ആരെക്കുറിച്ച് മനസ്സിലാക്കണം? പരിശുദ്ധാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കണം. പൗലോസ് നോക്കുകയാണ്, എഫെസോസിൽ പോകുമ്പോൾ എല്ലാം ഉണ്ട്, പക്ഷേ ഒരു കുറവുണ്ട്. ഏതാണ് ആ കുറവ്? ഹോളി സ്പിരിറ്റിൻ്റെ അനോയിന്റിങ് അവിടെ ഇല്ല. ഉണ്ടെങ്കിൽ എന്നേ അവിടെ രക്ഷപ്പെടുമായിരുന്നു, അതാ പറയുക. അപ്പം നമ്മുടെ ഇടയിൽ എല്ലാം ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതില്ല? പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠിപ്പിക്കലുകളും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിനുള്ള വഴികളും പല രീതിയിൽ നമ്മുടെ മുന്നിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ആരെങ്കിലും പറഞ്ഞാൽ 2 രീതിയിൽ പ്രതികരിക്കും. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ യേശുവിൻ്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാർ നിറയുമ്പോൾ 2 പ്രതികരണങ്ങളുണ്ടായി. ചിലർ പറഞ്ഞു, ഇതുവരെ കാണാത്ത ഒരു പ്രത്യേക അനുഭവമാണ് ഇത്. അവർ പറഞ്ഞു, അവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നുവെന്ന് കുറച്ചു പേര് പറഞ്ഞു. ഫസ്റ്റ് റെസ്പോൺസ് എന്തായിരുന്നു? ഇവർ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ കുറച്ചു പേര് പറഞ്ഞതാണ്,
ഈ മനുഷ്യർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നു. കുറച്ച് പേരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ആൻഡ് ദ സെക്കൻഡ് കാറ്റഗറി അവരിങ്ങനെയായിരുന്നു റെസ്പോണ്ട് ചെയ്തത്: ഇവർ പുതുവീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ പരിഹസിച്ചു. ഇപ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് നമ്മൾ റിസീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴും ഈ രണ്ട് പ്രതികരണങ്ങളിൽ ഏതെങ്കിലും ഒന്നിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും. ചിലർ നമ്മൾ എന്ത് ചെയ്യും? പരിഹസിക്കും. ചിലരാണെങ്കിൽ അത് മനസ്സിലാക്കിയവർ ഇവർ ആത്മാവിനാൽ നിറഞ്ഞാണ് നിൽക്കുന്നതെന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ട് പ്രതികരണങ്ങൾ നമുക്ക് മുന്നിൽ വരും. ഇനി നമുക്ക് 19-ാം അധ്യായത്തിലേക്ക് പോകാം. അപ്പോൾ പൗലോസ് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ലല്ലോ, എങ്കിൽ ഒരു കാര്യം ചെയ്യാം. പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്തു? അവരുടെ മേൽ 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 എന്ത് ചെയ്തു? കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ നിറഞ്ഞു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. മനസ്സിലായോ? പൗലോസ് അവിടെ കൈവച്ചു, അവരുടെ മേൽ കൈവച്ചു. എന്താണ് മേൽ കൈവയ്ക്കുക എന്ന് പറഞ്ഞാൽ? അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വചനത്തിൽ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, നിങ്ങളുടെ മേൽ അത് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അപ്പോൾ അവരുടെ മേൽ ആര് കൈവച്ചു? പൗലോസ് കൈവച്ചു. 1-ാം അധ്യായം 8-ാം വചനത്തിൽ പറയുന്ന പോലെ അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി. 12 പേരുണ്ടായിരുന്നു. അവർ വളരെ ശക്തിയോടെ അവരുടെ മിനിസ്ട്രി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക മിനിസ്ട്രിയൽ കോളും ഉണ്ട്. അത് അതിൻ്റെതായ പർപ്പസോടുകൂടെ നിങ്ങൾക്ക് റീച്ച് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ഇന്നുള്ള രീതിയിൽ ഇരുന്നാൽ നടക്കില്ല. അതിനെന്ത് വേണം? നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾ എന്ത് ചെയ്യണം? സ്വീകരിക്കാനായി, എക്സ്പീരിയൻസ് ചെയ്യാനായി നിങ്ങൾ ഒരുങ്ങണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യുന്ന സ്പിരിറ്റാണ്. ആദ്യം നമുക്ക് എന്താണ് വേണ്ടത്? ഒരു സാങ്ക്ടിഫിക്കേഷനാണ് വേണ്ടത്. അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. 4 രീതിയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യും. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വചനം. യോഹന്നാൻ 16:8, ജോൺ 16:8. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എന്ത് തരും? സ്ട്രോങ് കൺവിക്ഷൻസ് തരും, അതായത് ബോധ്യങ്ങൾ തരും. അപ്പോൾ ഒന്നാമത് പരിശുദ്ധാത്മാവിൻ്റെ സാങ്ക്ടിഫിക്കേഷൻ വരുന്ന റൂട്ട് ഏതാണ്? സ്ട്രോങ് കൺവിക്ഷൻസ്, നല്ല ബോധ്യങ്ങൾ തരും. അങ്ങനെ നമ്മൾ സാങ്ക്ടിഫൈ ചെയ്യും. ഡൗട്ട് വരും, നമുക്കതിൽ ക്ലാരിറ്റി തരും. മനസ്സിലായോ? നിങ്ങൾ എഡ്യൂക്കേഷനിൽ ഡൗട്ട് വരും, നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഡൗട്ട് വരും. അവിടെ എല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് നല്ല ബോധ്യങ്ങൾ നൽകി നിങ്ങളെ സാങ്ക്ടിഫൈ ചെയ്യും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഗലേഷ്യൻസ് 5:16, ഗലാത്യർ 5:16. അനുസരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ എംപവർ ചെയ്യും. മനസ്സിലായോ? പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ അനുസരിച്ച് ദൈവഹിതപ്രകാരം മുന്നോട്ട് പോകുന്നതിന് നമ്മളെ ഒന്ന് എംപവർ ചെയ്യും. വായിച്ചാൽ മതി. നാലാമത്തെ കാര്യം ഗലേഷ്യൻസ് 5:23-22. അവിടെ ആത്മാവിൻ്റെ ഫലങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പുറത്തു കൊണ്ടുവരും. അച്ഛൻ ആത്മാവിൻ്റെ ഫലങ്ങൾ എടുത്തു, ഓർമ്മയുണ്ടല്ലോ? എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്ത് വരും? സ്നേഹം വരും. മനസ്സിലായോ? അടുത്തെന്ത് വരും? സന്തോഷം വരും. അടുത്തെന്ത് വരും? സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം. ഇത് ഓരോന്നും കൊണ്ട് നമ്മളെങ്ങനെ സാങ്ക്ടിഫൈ ചെയ്യും? ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യും. നാലാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു ഹോളിനെസ്സിലോട്ട് കൊണ്ടുപോകും. ട്രാൻസ്ഫോർമേഷൻ ഇൻ ടു ഹോളിനെസ്. നമ്മളിപ്പോൾ ഒരു അശുദ്ധിയിലാണെങ്കിൽ അങ്ങനെ നമ്മളെ വിട്ടിട്ട് പോകില്ല. നേരത്തെ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടല്ലോ, അശുദ്ധിയിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോകും? ഒരു ഹോളിനെസ്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും. അപ്പോൾ ഇങ്ങനെ 4 രീതിയിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ സാങ്ക്ടിഫൈ ചെയ്യും. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? ഫസ്റ്റ് വൺ, നല്ല കൺവിക്ഷൻസ് തരും. രണ്ടാമത്തേത് എംപവർ ചെയ്യും, ദൈവത്തെ അനുസരിക്കാൻ വേണ്ടി. പിന്നെയോ ആത്മാവിൻ്റെ ഫലങ്ങളാൽ നമ്മളെ ഓരോ ദിവസവും വളർത്തിക്കൊണ്ടുവരും. നാലാമത്തെ കാര്യം, നല്ല വിശുദ്ധിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യും. ഇന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടെ നമ്മളെ ആരെയാക്കും? വിശുദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ഇത്രയുമാണ് സാങ്ക്ടിഫിക്കേഷൻ എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്നത്, നിങ്ങളെ എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടി 1-2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. 1-2 ചരിത്രപരമായ കാര്യങ്ങൾ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? സഭയുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയ ദിവസമാണ് ഈ പെന്തക്കോസ്ത് നാളെന്ന് പറയുന്നത്.
ഇനി ഞാൻ പറയുന്നത് ഒരു കഥ പോലെ നിങ്ങൾ കേട്ടിരുന്നാൽ മതി. 1895 1895 ഈ കാലഘട്ടത്തിൽ ഇറ്റലിയിൽ ഒബ്ലൈറ്റ് സിസ്റ്റേഴ്സ് ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന ഒരു സന്യാസി സമൂഹം ഉണ്ടായിരുന്നു. മനസ്സിലായോ? അതിലെ ഒരു സിസ്റ്റർ ആയിരുന്നു സിസ്റ്റർ എലേന ഗുവേറ. എലേന എന്നായിരുന്നു ആ സിസ്റ്ററുടെ പേര്. 1985 പരിശുദ്ധാത്മാവ് ഈ സിസ്റ്ററിനോട് നേരിട്ട് സംസാരിച്ചു. അവരോട് പറഞ്ഞു, സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് ഇറ്റലിയിൽ നിങ്ങൾ റോമിലുള്ള പോപ്പിന് ലെറ്റേഴ്സ് എഴുതണം. ലെറ്റേഴ്സ് എഴുതിയിട്ട് പറയണം, സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയുന്നതിന് വേണ്ടിയും ജനങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയും തയ്യാറാകണമെന്ന് പറഞ്ഞ് ഉള്ളടക്കമുള്ള ലെറ്റേഴ്സ് എഴുതാനായിട്ട് പറഞ്ഞു. അവർക്ക് ആദ്യം ചെറിയൊരു ഫിയർ ഉണ്ടായി. കാരണം അവരൊരു സാധാരണ സിസ്റ്ററാണ്. ലെറ്റർ എഴുതേണ്ട ആളാരാണെന്നറിയാമോ? അന്നത്തെ മാർപ്പാപ്പയായിരിക്കുന്ന ലിയോ 13 മാർപ്പാപ്പയ്ക്കാണ് ഈ ലെറ്റർ എഴുതേണ്ടത്. ഇപ്പോൾ ചെറിയ ആളല്ല, ഒരു സിസ്റ്റർ. ആർക്ക് ലെറ്റർ എഴുതണം? മാർപ്പാപ്പയ്ക്ക് ലെറ്റർ എഴുതണം. ലിയോ 13 അദ്ദേഹത്തിന് ലെറ്റർ എഴുതി. ഒന്നാമത്തെ ലെറ്റർ എഴുതി, രണ്ടാമത്തെ ലെറ്റർ എഴുതി, പലത് എഴുതിയിട്ട് ഒരു റെസ്പോൺസ് ഇല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് സഭയിൽ വേണം, അങ്ങ് ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ മാപ്പാപ്പയ്ക്ക് തോന്നി, ഇങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല, ഇത് പരിശുദ്ധാത്മാവാണ് ഈ സിസ്റ്ററിലൂടെ സംസാരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ അദ്ദേഹം 1987 പറഞ്ഞു, 10 ദിവസം പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണമെന്ന് സഭയിലെ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ നിങ്ങൾക്ക് 10 ദിവസത്തെ പ്രിലിമിനറി സെഷൻ തന്നത് ഓർമ്മയുണ്ടോ? പ്രിപ്പറേറ്ററി സെഷൻ. അന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു ഈ 10 ദിവസം നിങ്ങൾക്ക് വേണ്ടി എന്തിനാണ് തന്നതെന്ന്. ഇന്നലെയാണ് ദൈവം എനിക്കിത് പറഞ്ഞു തരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ജനങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നതിന് വേണ്ടി 10 ദിവസം ദൈവം പ്ലാൻ ചെയ്ത് കൊടുത്തതാണ്. അങ്ങനെ 10 ദിവസം അവർ പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യാൻ വേണ്ടി 1987 മുതൽ ഈ ദിവസങ്ങളിൽ കാത്തിരുന്നു. 10 ദിവസം ഓരോ വർഷവും ഇങ്ങനെ ഒരുങ്ങി മുന്നോട്ട് വരും. അപ്പോൾ 1985 ദൂത് കിട്ടി. 87 ദൂതിൻ്റെ ഫസ്റ്റ് ഘട്ടം മാർപ്പാപ്പ നടപ്പിലാക്കി. വീണ്ടും 2 വർഷം കൂടെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി 1901 പുതിയ നൂറ്റാണ്ട് തുടങ്ങുകയാണ്. ജനുവരി മാസം 1-ാം തീയതി ഈ മാർപ്പാപ്പയ്ക്ക് ദൈവം പരിശുദ്ധാത്മാവിനാൽ പുതിയൊരു ചിന്ത കൊടുത്തു. ഇങ്ങനെ പറയണം. എങ്ങനെയാണെന്നറിയാമോ? 20-ാം നൂറ്റാണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നൂറ്റാണ്ടായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് പറഞ്ഞു. 20-ാം നൂറ്റാണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നൂറ്റാണ്ടാണ് എന്ന് പ്രഖ്യാപിക്കാനായിട്ട് പറഞ്ഞു. ദിവസം ജനുവരി മാസം 1-ാം തീയതി, വർഷം 1901. അവിടെ സഭയിൽ മറ്റാരും അതിനെ വലിയ ഗൗരവമായിട്ടൊന്നും കരുതിയില്ല. എന്നാൽ ഈ സമയം മറ്റൊരു സ്ഥലത്ത് വലിയൊരു പ്രയർ നടക്കുകയായിരുന്നു. ബഥേൽ എന്ന് പറഞ്ഞ ഒരു ബൈബിൾ സെമിനാരി. അവിടെ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ചാൾസ് ഫോക്സ് പെർഹാം. ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിൻ്റെ കുറച്ചു പേരെ ആ സീസണിൽ ഇങ്ങനെ വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചു, വാട്ട് ഈസ് ദ ബിബ്ലിക്കൽ എവിഡൻസ് ഓഫ് റിസീവിങ് ഹോളി സ്പിരിറ്റ്? ഇതാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം. വാട്ട് ഈസ് ദ ബിബ്ലിക്കൽ എവിഡൻസ് ഫോർ റിസീവിങ് ഹോളി സ്പിരിറ്റ്? പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യുന്നതിന് വേണ്ടി ബൈബിളിൽ പറഞ്ഞിട്ടുള്ള അടയാളം എന്താണ് എന്ന് ചോദിക്കുകയാണ്. എന്താണ് അതിൻ്റെ എവിഡൻസ്? ആ എവിഡൻസ് കണ്ടെത്താനായിട്ട് സ്റ്റുഡൻസിന് ഒരു അസൈൻമെൻറ്റ് കൊടുത്തു. അങ്ങനെ ഈ അസൈൻമെൻറ്റ് എടുത്തിട്ട് ആഗ്നസ് ഓസ്മാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, നിങ്ങളുടെയൊക്കെ പ്രായമൊക്കെ വരത്തുള്ളൂ, പെൺകുട്ടി ഒരു ഉത്തരം കണ്ടുപിടിച്ചുകൊണ്ട് വന്നു. അവൾ പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 4-ാം വാക്യം, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർ ഭാഷാവരങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചു, അതാണ് അതിൻ്റെ എവിഡൻസ് എന്ന് പറഞ്ഞു. അവൾ ഇത് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ ദിവസം വൈകുന്നേരം ഒരു 7 മണി സമയത്ത് ഇവളിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്യഭാഷയുടെ എക്സ്പീരിയൻസ് അവർക്കുണ്ടായി. ഈ ഭാഗം ഇവളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരുന്നു. മനസ്സിലായോ? ഈ ഭാഗം റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്യഭാഷയുടെ അനുഭവം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, പവർ അവളുടെ മേൽ ഇങ്ങനെ ഇറങ്ങി വന്നു. വർഷം ഓർത്തു കൊള്ളണം, 1901. അതിനെ ഡിക്ലെയർ ചെയ്തത് ആരായിരുന്നു? മാപ്പാപ്പ. അതിൻ്റെ എഫക്റ്റ് വന്നത് എവിടെയായിരുന്നു? ഒരു സെമിനാരിയിൽ. ആരിലായിരുന്നു? ഒരു ചെറിയ വൈദിക വിദ്യാർത്ഥിയായ പെൺകുട്ടിയിൽ. അങ്ങനെ അത് വലിയൊരു റിവൈവലായിട്ട് മാറി. ഈ റിവൈവലാണ് പിന്നീട് പെൻറ്റക്കോസ്റ്റ് മൂവ്മെൻ്റ് എന്ന പേരിൽ മാറ്റപ്പെട്ടത്. കേട്ടിട്ടുണ്ടോ? ഒരു 5 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ 1906 1906 ലോസ് ആഞ്ചൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് വില്യം സീമോൾ എന്ന് പറയുന്ന ഒരു സുവിശേഷകൻ അദ്ദേഹം ജനത്തെ കൂട്ടിയിരുത്തി പ്രാർത്ഥിച്ചു.
അവിടെയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി. അതിൻ്റെ എവിഡൻസ് എന്ന് പറയുന്നത് ഈ ഭാഗം വായിച്ച് ആഗ്നസ് എന്ന് പറയുന്ന ഈ വൈദിക വിദ്യാർത്ഥി ചെയ്തതുപോലെ ചെയ്തു. അവരുടെ മേലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് 1914 ഒരു സഭ രൂപം കൊണ്ടു. ആ സഭയുടെ പേരാണ് ആർക്കെങ്കിലും പറയാമോ? അസംബ്ലീസ് ഓഫ് ഗോഡ്, AG ചർച്ച് രൂപം കൊണ്ടു. കാരണം ആ നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുകയാണ്. പിന്നീട് 1907 ആയപ്പോഴും തൊട്ടടുത്തുള്ള സ്ഥലത്ത് ചർച്ച് ഓഫ് ഗോഡ് വന്നു. അപ്പം അങ്ങനെ പെൻഡക്കോസ്റ്റൽ മൂവ്മെൻറ്റ് ഭയങ്കരമായിട്ട് മുന്നോട്ട് പോയി. എന്നാൽ ഈ സമയത്ത് ഈ മെയിൻ ചർച്ചായ കാത്തലിക് ചർച്ചിൽ വലിയ റിവൈവലൊന്നും ഉണ്ടായില്ല. മനസ്സിലായോ? വലിയ റിവൈവലൊന്നും ഉണ്ടായില്ല. 1962 വർഷം കഴിഞ്ഞു. ആ 62 വർഷം കഴിഞ്ഞപ്പോൾ അന്നത്തെ പോപ്പെന്ന് പറയുന്നത് ജോൺ 23 രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നടക്കുമ്പോൾ അദ്ദേഹത്തിനോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. പരിശുദ്ധാത്മാവ് സഭയിൽ ശക്തമായി ജനങ്ങളുടെ ഇടയിൽ വരുന്നില്ല, പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു, ജനത്തോട് ആഹ്വാനം കൊടുക്കാനായിട്ട് പറഞ്ഞു. 1962 ഈ ഒരു ചിന്ത മുന്നിൽ വെച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ഈ കാര്യം അദ്ദേഹം പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാധാന്യം കൊടുത്ത് ആ കൗൺസിൽ നടത്തി. 1967 വലിയൊരു ചേഞ്ച് ഉണ്ടായി. എത്ര വർഷം കഴിഞ്ഞു? 5 വർഷം കഴിഞ്ഞു. ആ ചേഞ്ച് എന്നതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ആ ചേഞ്ച് എന്ന് പറയുന്നത് 1967 നമ്മളുമായി ബന്ധപ്പെടുന്ന ഒരു സംഭവം അവിടെ നടക്കുകയാണ്. ഡുക്കൈൻ യൂണിവേഴ്സിറ്റി എന്ന പെൻസിൽവാനിയയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ 2 പ്രൊഫസേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ പേര് റാൽഫ് കിഫർ, വില്യം സ്റ്റോറി എന്ന 2 പ്രൊഫസേഴ്സ്. ഇവർ നല്ല ദൈവസ്നേഹമുള്ളവരായിരുന്നു. അവരുടെ സ്റ്റുഡൻസിൽ കുറച്ച് പേരെ വിളിച്ചിരുത്തിയിട്ട് യങ്സ്റ്റേഴ്സായ സ്റ്റുഡൻസിനോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടൊരു പ്രെയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 27-നും 30-നും ഇടയ്ക്ക് വിദ്യാർത്ഥികൾ അതിൽ ജോയിൻ ചെയ്തു. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരുമിച്ച് കിട്ടുന്ന സമയത്ത് എല്ലാവരും പ്രാർത്ഥിച്ചു. പക്ഷേ ഒരു പ്രശ്നം, എത്ര പ്രാർത്ഥിച്ചിട്ടും എന്ത് കിട്ടുന്നില്ല? പവർ വരുന്നില്ല, അഭിഷേകം വരുന്നില്ല, ശക്തി വരുന്നില്ല. എന്ത് ചെയ്യും? ഭയങ്കരമായൊരു സങ്കടമായി അവർക്ക്, ഈ ശക്തി അവരുടെ മേൽ വരാത്തത് കൊണ്ട്. അങ്ങനെ അവർ 3 ദിവസം 1967 ഫെബ്രുവരി മാസം 17, 18, 19 ഈ 3 ദിവസം അവരൊരു സ്ഥലത്ത് ഈ 27ഓളം സ്റ്റുഡൻസും 2 അധ്യാപകരും ചേർന്ന് ഒരുമിച്ച് പോയിരുന്ന് 3 ദിവസം ഇതുപോലൊരു ക്യാമ്പിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോയി. ആ സ്ഥലത്തിൻ്റെ പേരാണ് ദ ആർക്ക് ഓഫ് ദ ഡോവ്. ദ ആർക്ക് ഓഫ് ദ ഡോവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരു ഡോവ് പോലെ ഇറങ്ങി വന്നതിൻ്റെ ഓർമ്മയ്ക്ക് നിർമ്മിച്ച ഒരു സ്പിരിച്വൽ റിവൈവൽ സെൻ്റർ ആയിരുന്നു അത്. അവരെ പോയിരുന്ന് ഇവർ പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ഭാഗം വായിക്കുക, പരിശുദ്ധാത്മാവ് ആ ഭാഗത്തിലൂടെ നിങ്ങളുടെ മേൽ നിറയുമെന്ന് അവിടെ ഉണ്ടായിരുന്ന വൈദികനും പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം പോർഷൻ അവരെടുത്ത് വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 4-ാം വചനം. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു, ശക്തി അവരുടെ മേൽ നിറഞ്ഞു, അവർ ദർശനങ്ങളെ കണ്ടു, അവരുടെ കണ്ണുകൾ കൊണ്ട് അവർക്ക് അഗ്നിനാവുകൾ പോലെ ദൃശ്യങ്ങൾ ദൈവം നൽകി എന്ന് പറയുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കണ്ണുകളിൽ അഭിഷേകം നിറഞ്ഞപ്പോൾ അവർ ലോകത്തിൻ്റെ കാഴ്ചകൾ കാണാതെ കണ്ണുകൾ കൊണ്ട് എന്ത് കണ്ടു? അഗ്നിനാവുകൾ അവർക്ക് കാണാനായിട്ട് പറ്റി. പിന്നെയോ അവരുടെ കണ്ണുകളിൽ ചേഞ്ച് വന്നപ്പോൾ, അവരുടെ കണ്ണുകളിൽ അഭിഷേകം നിറഞ്ഞപ്പോൾ അവരുടെ ലൈഫ് തന്നെ പൂർണ്ണമായിട്ട് മാറുകയാണ്. നമ്മൾ വായിച്ച ഭാഗങ്ങളിൽ അതുണ്ട്. അങ്ങനെ ഒരു ചേഞ്ച് വന്നു. 3 കാര്യങ്ങൾ അവരോട് ചെയ്യാനായിട്ട് അവരുടെ പള്ളിയിലെ വൈദികൻ അവരോട് പറഞ്ഞു. ആ പള്ളിയിൽ ഒരു അച്ഛനുണ്ട്, അദ്ദേഹം പറഞ്ഞു. ഒന്നാമത്തെ കാര്യം സ്റ്റുഡൻസിനോട് പറഞ്ഞു, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു കൺഫസ് യുവർ സിൻസ്. നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പശ്ചാത്തപിച്ച് ഏറ്റു പറയാനായിട്ട് പറഞ്ഞു. അതാണ് നിങ്ങളോട് പറഞ്ഞ ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറഞ്ഞു, തകർന്നുപോയ ദൈവവുമായുള്ള ബന്ധത്തെ ചേർത്ത് തരാനായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മൂന്നാമത് പറഞ്ഞു, പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കാനായിട്ട് പറഞ്ഞു. ഇവരിത് 3ഉം ചെയ്ത് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ വചനഭാഗം റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി എഴുന്നേറ്റ് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അച്ഛാ, ഇത്രയും നേരം ഇരുന്നല്ലോ, എൻ്റെ തലയിലൊന്ന് കൈവയ്ക്കുക, ഒന്ന് ബ്ലസ് ചെയ്യാമെന്ന് ചോദിച്ചു. അച്ഛൻ ഇങ്ങനെ തലയിൽ കൈവച്ചതും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആ പെൺകുട്ടിയുടെ മേൽ നിറഞ്ഞു. ആ പെൺകുട്ടിയുടെ പേരാണ് പള്ളി ഗെൽഹാസ് മാൻഫോൾ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അങ്ങനെ അവളൊരു പുസ്തകം എഴുതി, ആസ് ബൈ എ ന്യൂ പെൻഡക്കോസ്, പുതിയ പെന്തക്കോസിൻ്റെ അനുഭവത്തെക്കുറിച്ച് അവളൊരു പുസ്തകം എഴുതി. അങ്ങനെ ആ യൂണിവേഴ്സിറ്റി മുഴുവൻ, ഡുക്കൈൻ യൂണിവേഴ്സിറ്റി മുഴുവൻ
പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സ്റ്റുഡൻസ് ഇങ്ങനെ നിറഞ്ഞു. എല്ലാ റിവൈവലും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എവിടെ നിന്നാണ് ആണെന്നറിയാമോ? എവിടെ നിന്നാണ്? ക്യാമ്പസുകളിൽ നിന്നാണ്. മനസ്സിലായോ? യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ നിന്നാണ് എല്ലാ റിവൈവലും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ ദൈവം ഇന്നിവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുമ്പോൾ ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നതല്ല. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയൊരു പർപ്പസ് ഉണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. നിങ്ങളെ വലിയൊരു റിവൈവലിൻ്റെ ഭാഗമാക്കി ദൈവത്തിന് മാറ്റാൻ ആഗ്രഹമുണ്ട്. ഇതൊരു പ്രവചനമാണ്, നിങ്ങൾ ഏറ്റെടുക്കുക. മനസ്സിലായോ? ദൈവത്തിന് വലിയൊരു പ്ലാൻ ഉണ്ട്, വലിയൊരു പർപ്പസ് ഉണ്ട്. അങ്ങനെ അവിടെ നിന്നുണ്ടായ മാറ്റമാണ് നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്ന കരിസ്മാറ്റിക് മൂവ്മെൻറ്റ്. കേട്ടുണ്ടോ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ്? ഇല്ല. കാത്തലിക് ചർച്ചസിൻ്റെ ആത്മീക റിവൈവലിന് കാരണമായ റിവൈവൽ മൂവ്മെൻറ്റിൻ്റെ പേരാണ് കരിസ്മാറ്റിക് മൂവ്മെൻറ്റ്. അത്രയും മനസ്സിലാക്കിയാൽ മതി. വലിയൊരു മൂവ്മെൻ്റ് ഉണ്ടായി. ഏത് നൂറ്റാണ്ടിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? 20-ാം നൂറ്റാണ്ടിൽ. വീണ്ടും കാലം മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രൊട്ടസ്റ്റന്റ് സഭകളാകുന്ന നമ്മൾ ഉൾപ്പെടുന്ന സഭകളിൽ വലിയ ചേഞ്ച് ഒന്നും വരുന്നില്ല. നമ്മുടെ സഭ ഉൾപ്പെടുന്ന പരമകേന്ദ്രമാണ് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ്. കേട്ടിട്ടുണ്ടോ? ഇല്ലേ? വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ സെന്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും ടോപ്പാണ്. അപ്പോൾ വേൾഡ് കൗൺസിൽ ചർച്ചസിൽ നമ്മളെ CSI സഭ ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക സഭകളും അംഗങ്ങളാണ്. അപ്പോൾ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് ഇതിനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനങ്ങൾ ആരംഭിക്കാനായി ആഗ്രഹിച്ചു. വർഷം 1893 അവരുടെ ഒരു അസംബ്ലിയിൽ, വയൻകോർ അസംബ്ലിയിൽ വെച്ചിട്ട് ഇവർ ചിന്തിച്ച വിഷയം ഇതായിരുന്നു: ഹോളി സ്പിരിറ്റ് ആൻഡ് ദ റിവൈവൽ ഓഫ് ദ ചർച്ച്. അതുവരെ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകൾ ഏതിനെക്കുറിച്ച് ചിന്തിച്ചു? വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൽ ഒരുമിച്ച് വന്നിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുകയാണ്. ഇങ്ങനെ പോയാൽ സഭ രക്ഷപ്പെടില്ല, നമ്മൾ പരിശുദ്ധാത്മാവിലൂടെയുള്ള റിവൈവലിനെ കുറിച്ച് പഠിക്കണം എന്നവർ പറഞ്ഞു. ആ വർഷത്തെ കോൺഫറൻസിൽ അവരത് പഠിച്ചു. എല്ലാ സഭകളിലും നടന്ന ചെറിയ ചെറിയ കോൺഫറൻസുകളെല്ലാം അതൊരു വിഷയമാക്കി എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം 1991 വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ പ്രധാനപ്പെട്ട യോഗം നടക്കുകയാണ്, കാൻബറ അസംബ്ലി. ആ കാൻബറ അസംബ്ലിയിൽ അവരൊരു പുതിയ തീം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ തീം നിങ്ങൾക്ക് പരിചയമുണ്ടാകും: കം ഹോളി സ്പിരിറ്റ് റിന്യൂ ദ ഹോൾ ക്രിയേഷൻ. നമ്മുടെ പള്ളികളിലൊക്കെ ചിലപ്പോൾ ഞായറാഴ്ചകളിൽ സൺഡേ സെർമൺസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കം ഹോളി സ്പിരിറ്റ് റിന്യൂ ദ ഹോൾ ക്രിയേഷൻ. നമ്മുടെ തീം എന്താണ്? റൈസ്. നോക്കിയില്ലേ? ഫ്രണ്ട് പേജ് എടുത്ത് നോക്കിയേ, എന്താണ് അതിനകത്ത് എഴുതിയിട്ടുള്ളതെന്ന്. ഫസ്റ്റ് എന്താണ്? 3 കാര്യങ്ങളുണ്ട്: റൈസ്, റിന്യൂ ആൻഡ് റിവൈവ്. റൈസ്, റിന്യൂ ആൻഡ് റിവൈവ്. അപ്പോൾ പരിശുദ്ധാത്മാവോട് പറയുകയാണ്, ഞങ്ങൾ റിന്യൂ ചെയ്യുക. കം ഹോളി സ്പിരിറ്റ് റിന്യൂ ദ ഹോളി ക്രിയേഷൻ. എല്ലാ സകല സൃഷ്ടിയെയും നീ എന്ത് ചെയ്യണം? പുതുക്കം കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് നൂറ്റാണ്ടിലൂടെയാണ് നമ്മളിപ്പോൾ ഹിസ്റ്ററി പഠിച്ചത്? 20-ാം നൂറ്റാണ്ട്. ആരാണ് അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞത്? ലിയോ 13 മാപ്പാപ്പ. അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ചേഞ്ച് അതേ വർഷം ആ ദിവസം ഉണ്ടായി. അത് കഴിഞ്ഞ് 62 വർഷം കഴിഞ്ഞതിന് ശേഷം അടുത്ത മാപ്പാപ്പ അതിനെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ റിവൈവൽ ആ സഭയിൽ 67 അത് കഴിഞ്ഞ് 91 വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ആ പ്രധാന തീമോടുകൂടെ നമ്മുടെ സഭയിലെല്ലാം പരിശുദ്ധാത്മാവാണ് നമ്മളെ ജീവിതത്തെ ബലപ്പെടുത്തുന്നവനെന്നുള്ളൊരു തീം എത്തപ്പെട്ടു. എങ്കിലും അതിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പോഴും സാഹചര്യങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? ലഭ്യമായിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. 20-ാം നൂറ്റാണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നൂറ്റാണ്ടാണ്. മനസ്സിലായോ? 20-ാം നൂറ്റാണ്ട് ആരുടെ നൂറ്റാണ്ടാണ്? പരിശുദ്ധാത്മാവിൻ്റെ നൂറ്റാണ്ടാണ്. ഈ നൂറ്റാണ്ടിൻ്റെ പേര് 21-ാമത്തെ നൂറ്റാണ്ടാണ്. ഈ നൂറ്റാണ്ടിന് പരിശുദ്ധാത്മാവ് നൽകാനായി ആഗ്രഹിക്കുന്ന പേര് എൻ ടൈം അനോയിൻറ്റിങ്ങിൻ്റെ കാലമാണ്. മനസ്സിലായോ? അന്ത്യകാല അഭിഷേകത്തിൻ്റെ കാലത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പം നമ്മൾ അടുത്ത് റിസീവ് ചെയ്യേണ്ടത് എന്തിനെയാണ്? എൻ ടൈം അനോയിൻറ്റിങ് ആണ് നമ്മൾ റിസീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ ഇത്രയും കാലം പറഞ്ഞ കാര്യങ്ങൾ പിടികിട്ടിയോ? ആദ്യം പറഞ്ഞത് പരിശുദ്ധാത്മാവ് നമ്മൾ എന്ത് ചെയ്യും? സാങ്ക്ടിഫൈ ചെയ്യുന്ന സ്പിരിറ്റാണ്. 4 കാര്യങ്ങളിലൂടെ സാങ്ക്ടിഫൈ ചെയ്യും. അടുത്ത കാര്യം നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ എൻകറേജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. എല്ലാ റിവൈവലും എല്ലാ എക്സ്പീരിയൻസും ആദ്യം കിട്ടിയത് ആർക്കായിരുന്നു? യങ്സ്റ്റേഴ്സാണ്. സോ യു ആർ സോ പ്രിവിലേജ്ഡ്. നിങ്ങൾ
അത്രയും ദൈവം സ്നേഹിക്കുന്ന മക്കളാണ്. ഞങ്ങൾ വിളിച്ചത് കൊണ്ടല്ല, ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതാണ്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പർപ്പസ് ഉണ്ട്, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ട്.